ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടിലൻ റസ്ക് പൊരിച്ചതാണ്. അപ്പോൾ എങ്ങനെയാണ് റസ്ക് പൊരിച്ചത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ റസ്ക് പൊരിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് മൈദ കലക്കിയെടുക്കണം. ഇവിടെ മൈദപ്പൊടി ഒരു 10 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കലക്കിയെടുക്കാം. നമ്മളിവിടെ പഞ്ചസാര സിറപ്പാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും, അതുകൊണ്ടാണ് സിറപ്പാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മൈദപ്പൊടി കലക്കിയെടുക്കാം നല്ല രീതിയിൽ. അപ്പോൾ മൈദപ്പൊടി നന്നായിട്ട് വെള്ളം ചേർത്ത് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ കലക്കിയെടുത്തിട്ടുണ്ട്. ഇത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടാണ് കലക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര സിറപ്പ് ആഡ് ചെയ്യാം. ഈ സിറപ്പ് പെട്ടെന്ന് അലിഞ്ഞും കിട്ടും, മാത്രമല്ല നമുക്കിതിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി പഞ്ചസാര സിറപ്പാക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പോൾ നമ്മുടെ ആവശ്യം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ മധുരം നല്ലോണം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർക്കാം, അല്ലാത്തവർക്ക് ചെറിയ രീതിയിൽ ചേർത്താൽ മതി. നന്നായിട്ട് ഇതിങ്ങനെ അലിയിച്ചെടുക്കാം. അതിൻ്റെ കളറ് നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു കളറിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് മൈദ കലക്കിയെടുക്കേണ്ടത്. ഇത് കുറച്ച് ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ്. കാരണം റസ്ക് നന്നായിട്ട് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ലൂസായിട്ടുള്ള രീതിയിൽ നമ്മളിത് കലക്കിയെടുക്കുന്നത്. കട്ടിയായാൽ റസ്കിന് നന്നായിട്ട് ഇതൊന്നും ഈ കൂട്ട് നന്നായിട്ട് പിടിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു ലൂസ് പരുവത്തിൽ എടുക്കുന്നത്. നന്നായി ലൂസാകാനും പാടില്ല. ഈ കാണുന്നതാ ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ മൈദപ്പൊടി കലക്കിയെടുക്കാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് റസ്ക് എങ്ങനെയാണ് പൊരിച്ചെടുക്കുന്നതെന്ന് നോക്കാം. റസ്ക് പൊരിക്കാനുള്ള പാത്രം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് എണ്ണയും വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തീ നമ്മൾ ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെക്കണം, ഇല്ലെങ്കിൽ റസ്ക് പൊരിച്ചെടുക്കുന്ന സമയത്ത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇതാ കടയിൽ നിന്ന് തന്നെ വാങ്ങിയ റസ്ക്കാണ്, ഇങ്ങനെ ഒരു റസ്ക്കാണ് എടുത്തിട്ടുള്ളത്. ഇതേ നമുക്ക് ഈ ബാറ്ററിലേക്ക് മുക്കി കൊടുക്കാം. നന്നായിട്ട് എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ വേണം മുക്കി കൊടുക്കാൻ. ഇങ്ങനെ ചെയ്തതിന് ശേഷം നേരിട്ട് എണ്ണയിലേക്ക് തന്നെ ഇടാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ റസ്കും ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് മറ്റേ സൈഡ് മറിച്ചിടാം. ഈ ഒരു കളറിലാണ് ഇത് കിട്ടേണ്ടത്. ഇത് സാധാരണ നമ്മൾ ബ്രെഡൊക്കെ പൊരിച്ചെടുക്കുന്നത് പോലെ തന്നെ വളരെ ഈസിയാണ്. ഇങ്ങനെയെല്ലാം നമ്മൾ തിരിച്ചിടുക. എന്നിട്ട് മറ്റേ സൈഡും ഈ ഒരു കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ മറ്റേ വശം ഇതുപോലെ നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഇത് എല്ലാ സൈഡും നന്നായിട്ട് റെഡിയായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് ഓരോന്നായിട്ട് കോരിയെടുക്കാം. അപ്പോൾ നമ്മളുടെ റസ്ക് പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. എല്ലാവരും ഇത് വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഒരു പണിയുള്ള ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ബ്രെഡൊക്കെ പൊരിച്ചെടുക്കുന്നത് പോലെ തന്നെ വളരെ എളുപ്പമാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ളൊരു പുതിയ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം.